പാലക്കാടുമായി വൈകാരികപരമായ ഒരു ബന്ധം കാലങ്ങളായി കാത്തുസൂക്ഷിച്ച MLA, യുവനേതാക്കന്മാരിൽ ഏറ്റവും പ്രബലനായ നേതാവ്, ഉമ്മൻചാണ്ടിയോട് ചേർത്ത് വായിക്കുന്ന യുവ നേതാവ്. അങ്ങനെ ഷാഫി പറമ്പിലിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വളരെ ഏറെയാണ്, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്കിടയിലും. അതുകൊണ്ട് തന്നെയാണ് 2021 മെട്രോമാൻ വരെ വിചാരിച്ചിട്ടും പാലക്കാട് വിജയിച്ചു വരുവാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞത്. അതും അഗ്രഹാരങ്ങൾ പോലും ഷാഫി പറമ്പിലിന് ഒപ്പം നിന്നു എന്ന് തന്നെ പറയണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു കടന്നുകയറ്റമായിരുന്നു BJP പാലക്കാട് നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ ദ മെട്രോമാൻ എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളിൽ മുഴങ്ങിക്കേട്ടത്. എന്നാൽ വല്ലാത്ത ഒരു കടന്നുകയറ്റമായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് അവസാന നിമിഷം കാഴ്ചവെച്ചത്. നഗരങ്ങളെല്ലാം BJPക്ക് കൈകൊടുത്തപ്പോൾ ഗ്രാമങ്ങൾ അതേ പ്രൗഢിയോടുകൂടി ഷാഫി പറമ്പിലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. തങ്ങൾക്ക് വേണം ഈ യുവനേതാവിനെ എന്ന് പലവരും ആവർത്തിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ വിധി വന്നപ്പോൾ ഷാഫിക്കൊപ്പം പാലക്കാട് ഒറ്റക്കെട്ടായിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അടക്കമുള്ള പല ജില്ലകളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ പോലെ പ്രബലനായ ഒരു നേതാവിനെ വരെ വെള്ളം കുടിപ്പിച്ച പാലക്കാട്ടെ BJPയുടെ സംഘടനാ വൈഭവം, ഒപ്പം ദ മെട്രോമാൻ എന്ന E ശ്രീധരൻ്റെ വ്യക്തിപ്രഭയുമൊക്കെ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വീണ്ടും ശക്തരായി കഴിഞ്ഞുവെന്ന് BJP തെളിയിക്കുമ്പോൾ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന കോൺഗ്രസ് തീരുമാനത്തിന് പരാജയപ്പെട്ടു പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. BJPയെ കേരളത്തിലേക്കും ദേശീയ തലത്തിലേക്കും കടന്നു കയറാൻ അനുവദിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഇടതുപക്ഷം പലവരും പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ ആദ്യ തെളിവായി പറഞ്ഞത് രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞ് ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് KC വേണുഗോപാൽ മത്സരിച്ചതാണ്. മറ്റൊന്ന്, കഷ്ടപ്പെട്ട് കിട്ടിയ പാലക്കാട് നിയമസഭാ മണ്ഡലം BJPയെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുവാനുള്ള സാധ്യത ഏറെയാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി വിജയിച്ചേ മതിയാകൂ എന്ന് സാരം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ, കോൺഗ്രസിൻ്റെ പ്രധാന മുഖം, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഷാഫി പറമ്പിൽ വിജയിച്ചതിനേക്കാൾ 3 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും പാലക്കാട്ടെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ച് നേടുവാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരായിരിക്കും കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി? ഷാഫി പറമ്പിലിൻ്റെ പ്രചാരണത്തിനായി ആദ്യഘട്ടം തന്നെ മുൻപന്തിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കാര്യമായ രീതിയിൽ പരിഗണിച്ചിരുന്നുവെങ്കിൽ പോലും പാലക്കാട്ടെ DCCക്കുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു അമർഷ സ്വരം ഉയർന്നിട്ടുണ്ട്. ആരും സ്ഥാനാർത്ഥിത്വം മോഹിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ വരണ്ട എന്ന് കടുപ്പിച്ച് പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ആരായിരിക്കണം പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണിപ്പോൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്നത്. അത് ഷാഫി പറമ്പിലിനെ പോലെ പാലക്കാട് വേരുള്ള ഒരു ആളായിരിക്കണം, ജനങ്ങൾക്കെല്ലാം സ്വീകാര്യത ഉള്ള ഒരാളായിരിക്കണം. സ്വാഭാവികമായും BJP വോട്ട് വർദ്ധിപ്പിച്ചാൽ CPMൻ്റെയും CPIയുടെയും നിഷ്പക്ഷരുടെയും ഒക്കെ വോട്ടുകൾ വാരിക്കൂട്ടുവാൻ കഴിയുന്നത്ര പ്രബലനായ ഒരു നേതാവായിരിക്കണം. അങ്ങനെ ചർച്ചകൾ സജീവമാകുന്നു. ഈ സമയത്താണ് കേന്ദ്രത്തിൽ ഒരു പേര് ഉരുത്തിരിഞ്ഞു വരുന്നത്. കോൺഗ്രസിലെ ചില വിഭാഗം ആളുകൾ ഉയർത്തിയ ഒരു പ്രധാന പേര്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തതുപോലെ താരപ്രചാരകനായ ഒരു നേതാവ്, താരപ്രചാരകനായ സിനിമാ താരമായ ഒരു നേതാവ്. അങ്ങനെ ഷാഫി പറമ്പിലിന് പകരക്കാരനായി രമേശ് പിഷാരടി എന്ന പേരിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അഭിപ്രായം എത്തിക്കുന്നു. രമേശ് പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? രമേശ് പിഷാരടി എന്ന ഹിന്ദു സ്ഥാനാർത്ഥിക്ക് BJPക്കുള്ളിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് അടർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നത് ഒന്നാമത്തെ പ്രധാന ഘടകം. മറ്റൊന്ന്, സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചതുപോലെ പാലക്കാട് നിലനിർത്തുവാൻ കഴിയുന്നത്ര വലിയ താരപ്രചാരകനും താരമുഖവുമാണ് രമേശ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുമൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് തന്നെയാണ്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ പല വേദികളിലും ആളുകളെ ത്രസിപ്പിക്കുകയും കോൺഗ്രസ്സുകാർക്കുള്ളിൽ വീര്യമുണ്ടാക്കുകയും ഹാസ്യം നിറഞ്ഞതുമായ പല പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്ത രമേശ് പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയാകുകയാണ് എങ്കിൽ കാര്യമായ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരുവാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യവും. അതുതന്നെയാണ് അവർ ഉന്നയിക്കുന്നതും. എന്നാൽ പാലക്കാട് നടക്കുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അത് പിടിച്ചു നിർത്തുവാനോ പിടിച്ചു കെട്ടുവാനോ കഴിയുന്ന രാഷ്ട്രീയ ബോധ്യമോ രാഷ്ട്രീയ പാഠവമോ പിഷാരടിക്കില്ല എന്ന ബോധ്യമുണ്ടാകണമെന്ന് പാലക്കാട്ടെയും കേരളത്തിലെ നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാരും മറുപടിയായി നൽകുന്നുമുണ്ട്. എന്തായാലും
ഷാഫി പറമ്പലിന് പകരം ആരെ എന്ന ചോദ്യത്തിന് ആദ്യം രാഹുൽ മാങ്കൂട്ടം മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ രമേശ് പിഷാരടി എന്ന പേരും ഉയരുന്നുണ്ട്. ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണോ താങ്കളുടെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത് ഒരു യുവമുഖം വരണം, വോട്ടുകളിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, ഇവയെല്ലാം ഒത്തുചേരുന്ന എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രമേശ് പിഷാരടി. അതുകൊണ്ടിപ്പോൾ രാഹുൽ മാങ്കൂട്ടമോ രമേശ് പിഷാരടിയോ എന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ തിളങ്ങി നിൽക്കുന്നത്.